ബോഡിയിൽ അസുഖങ്ങൾ വരിക, എവിളൈ ദൃഷ്ടി വരിക, ബാക്ക് ബൈറ്റിങ്, മറ്റുള്ളവർക്ക് ഊർജം തെറ്റായ ഊർജം നമ്മളിലേക്ക് വരുന്നത്. അന്നേരം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് കയ്യിൽ അതിന് നമ്മൾ ഹീലിംഗ് നമ്പേഴ്സ് എന്ന് പറയണേ. പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഓരോന്നിൻ്റെയും പറഞ്ഞുതരാം. ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നം, അസുഖമാണ്, പനിയാണ്, ചുമയാണ്, ചിലർക്ക് അസുഖം വന്നിട്ട് മാറുന്നില്ല, മാറാതെ കുറേ ദിവസം നിൽക്കുന്നു, ചുമ, പനി, അങ്ങനെ കൊറോണ കാലത്ത് നല്ലതാ. അവർക്കൊരു വെള്ള പേപ്പറിൽ അവർ കുടിക്കുന്ന വെള്ളത്തിനകത്ത് എനർജൈസ്ഡ് വെള്ളമായിരിക്കും കുട്ടികൾ കുടിക്കുന്നത്. കാരണം അത് അബ്സോർബ് ചെയ്യും. ഓവർനൈറ്റ് ഇതിനെ വെച്ചിട്ട് പിറ്റേ ദിവസം കൊണ്ടുപോകാം. നമുക്കൊക്കെ ചെയ്യാവുന്ന കാര്യമാണ്. ഞാനൊക്കെ വാട്ടർ ബോട്ടിലിൽ അങ്ങനെ ഓഫീസിൽ വെക്കാറുണ്ട്. അപ്പൊ ചിലർ വീട് ഓൾറെഡി വെച്ചത് വാങ്ങും, അല്ലെങ്കിൽ എന്താ പറയാ അതിനൊരു മോളിലേക്ക് എടുക്കുക, അങ്ങനെ ട്രാൻസ്ഫോർമേഷൻസ് നടത്തും. അപ്പൊ ഇതിനൊക്കെ എങ്ങനെയാണ് വാസ്തുവിന്റെ അതിനെ കുറിച്ചൊന്ന് പറയാവോ? അകത്ത് അഗ്നിയും ജലവും നമുക്ക് ഒരുമിച്ചിരിക്കാൻ പാടില്ല. അതുപോലെ അന്നേരം സ്പർദ്ധ, റിലേഷൻഷിപ്പിൽ പ്രോബ്ലം വരും. തവയിൽ വെള്ളം വീണ പോലെ ഉള്ള ഫീലിങ്സ് ആയിരിക്കും അന്നേരം റിലേഷൻഷിപ്പിൽ വരുന്നത്. അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമുക്ക് പല കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. നമ്മൾ ടീച്ചർ ചോദിച്ച പോലെ വച്ച വീടാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ അതിനകത്ത് നമുക്ക് പൊളിക്കാതെ, എന്റെ സബ്ജക്റ്റ് ആയിരുന്നു വാസ്തു കറക്ഷൻസ് വിത്തൗട്ട് ഡിമോളിഷൻ, പൊട്ടിക്കാതെ തന്നെ നമുക്ക് പലതും ചെയ്തു കൊടുക്കാൻ പറ്റും. ഞാൻ എപ്പോഴും പറയുന്ന റെമഡികൾ അധികം പൈസ ചെലവാക്കിക്കാതെ പൊട്ടിച്ച് മാറ്റുന്നതിനോട് വളരെ ഇത്രയും നാളത്തെ പ്രാക്ടീസിന് 1-2 വീട് മാറാൻ ആളുകളോട് ഞാൻ പറഞ്ഞത്. സിറ്റിംഗ് അറേഞ്ച്മെന്റ് നമുക്ക് ചെയ്യാം, കിടക്കുന്നതിന്റെ പൊസിഷനിങ്, എടുക്കുന്ന റൂം. ഇപ്പൊ അഗ്നികോണാണ്, സൗത്ത് ഈസ്റ്റേൺ ബെഡ്റൂം ആണ് ഭാര്യയും ഭർത്താവ് ഉപയോഗിക്കുന്നത്. നീ കളർ ചേഞ്ച് ചെയ്തും ചില കർട്ടൻസ് ഉപയോഗിച്ചും ബെഡ്ഷീറ്റ് ഉപയോഗിച്ചും ഒക്കെയും നമുക്ക് സിമ്പിൾ ആയിട്ട് അവിടുത്തെ എനർജി ബാലൻസ് ചെയ്യാൻ പറ്റും. മൊബൈൽ അഡിക്ഷൻ, അതുപോലെ തന്നെ കുട്ടികൾ തെറ്റായ സൈറ്റുകൾ നോക്കുക, വീട്ടിലുള്ളവരെല്ലാവരും മൊബൈൽ അഡിക്റ്റഡ് ആയിട്ടിരിക്കുക, സ്കിന്നിന് പ്രോബ്ലം വരിക, ഡിപ്രഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, വൈറ്റ് പാച്ചസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും കൂടുതൽ. വാസ്തുവിനകത്ത് ഒത്തിരി പൈസ മുടക്കാതെ തന്നെയും നമുക്ക് സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ചെയ്യാം. വേണ്ടാത്ത സാധനങ്ങൾ, അതായത് വയറ് നിറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് പിന്നെ വിശന്ന ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ നമ്മൾ ആർക്കും കൊടുക്കാതെ കൂട്ടി വെക്കുന്ന ഒരു ടെൻഡൻസി കാണും. ലെസ് ലഗേജ്, മോർ കംഫർട്ട്. വേണ്ടാത്ത സാധനങ്ങളൊക്കെയും അപ്പം നമ്മൾ മാറ്റുക. ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റാ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഒരു പരിധി വരെ പല കാര്യങ്ങളും നമുക്ക് ബാലൻസ് ചെയ്ത് പോകാം. മാം, സാധാരണ ഇപ്പം ഓൺലൈനിലൊക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും കാണാറുണ്ട് കയ്യിലിടുന്ന വള, ആളുകളെ അട്രാക്ട് ചെയ്യാനുള്ള സ്റ്റോൺ വെച്ചിട്ടുള്ള ബ്രേസ്ലെറ്റ്സ്, അങ്ങനെ പലതും കാണാറുണ്ട്. അത് ചിലപ്പോൾ അത് ഓരോരുത്തരുടെ എനർജിക്ക് അനുസരിച്ച് ആയിരിക്കില്ല. നമ്മളിപ്പോ ഓൺലൈനിലൊക്കെ വാങ്ങിക്കുമ്പോൾ ഇത് ജനറൽ ആയിട്ടൊരു സംഭവം തരുന്നു എന്നുള്ളതേ ഉള്ളൂ. മാം നേരത്തെ പറഞ്ഞു ഹീലിങ്ങിനായിട്ടും പല ആവശ്യങ്ങൾക്കായിട്ടുള്ള ഇങ്ങനെ ബ്രേസ്ലെറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. മാം ഇത് ചെയ്തു കൊടുക്കുന്നുണ്ടോ? ഇത് ചെയ്യുമോ? അപ്പം മാം ഇവിടെ എന്താ പറയാ ഹീലിങ്ങിനും വാസ്തുവിനും ഒക്കെ ഉപയോഗിക്കുന്ന പല സ്റ്റോൺസിനെ കുറിച്ചും ഒക്കെ ബ്രേസ്ലെറ്റ്സിനെ കുറിച്ചും ഒക്കെ പറയുണ്ടായി. ഹലോ എവരിവൺ, വെൽക്കം ടു ചിന്നു സ്വീറ്റ്സ് ആൻഡ് സ്പൈസി വേൾഡ്. നമ്മള് ഇന്ന് വീണ്ടും ഡോക്ടർ പ്രീതി ഉണ്ണികൃഷ്ണന്റെ അടുത്താണുള്ളത്. മാം ഇന്ന് ഏത് ടോപ്പിക്കിനെ കുറിച്ചാണ്, എന്തിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? സ്വിച്ച് വേർഡ്സിനെ കുറിച്ചും ഹീലിംഗ് നമ്പേഴ്സിനെ കുറിച്ചും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സബ്ജക്റ്റ് ആണ്. നാട്ടിൽ അത്രയധികം ആളുകൾക്ക് ഉപയോഗിക്കുന്നുണ്ടോ എന്നറിയില്ല. സിമ്പിൾ ആയിട്ട് നമ്മൾക്ക് കാര്യസാധ്യത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്ന കാര്യങ്ങൾ. അത് ചോദിക്കുന്നത്, അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് മാമിനോട് ഞാൻ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോസിലൊക്കെ ചോദിക്കണം എന്ന് കരുതിയ ഒരു കാര്യമുണ്ട്. മാം, ഇത് ഈ ഒരു അസ്ട്രോളജിക്കൽ ഫീൽഡില്, അതായത് മാമിന് ഇതിന്റെ ഒരു പാരമ്പര്യമുണ്ടോ? ആരെങ്കിലും ഒക്കെ ഈ പ്രൊഫഷനിലുണ്ടോ? മാമിന്റെ കുടുംബത്തെ കുറിച്ച് ഒക്കെ ഒന്ന് പറയാമോ? ഇല്ല, ഒരു പാരമ്പര്യവുമില്ല. എൻ്റെ അച്ഛൻ ഒരു ഡിഫൻസ് പേഴ്സണലായിരുന്നു, ഡിഫൻസിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അമ്മ ഹൗസ് വൈഫ്, ഒരാങ്ങള, അവൻ എഞ്ചിനീയർ, ഹസ്ബൻഡും മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്, ഒരു ഫ്രഞ്ച് കമ്പനിയിൽ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്നു. ഒരു മോൻ ഇപ്പോൾ MBA അഡ്മിഷനായി ഡൽഹിയിൽ തന്നെ ചേരാൻ പോകുന്നു. ഞങ്ങളുടെ വീട്ടിൽ ജ്യോതിഷപരമായിട്ടോ വാസ്തുപരമായിട്ടുള്ള ഒരു പാരമ്പര്യവും ഇല്ലാത്ത വീട്ടിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ പാഷൻ ആയിരുന്ന സബ്ജക്റ്റാണ്, ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്ന സബ്ജക്റ്റാണ് ഞാനിത് പ്രാക്ടീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്രദറും മെഡിറ്റേഷൻ, അവൻ എഞ്ചിനീയറാണ്, പക്ഷെ ബൈ പ്രൊഫഷൻ എഞ്ചിനീയർ ആണെങ്കിലും മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒത്തിരി ശ്രീവിദ്യ ഉപാസന അങ്ങനെ പല പല കാര്യങ്ങളും അവനും ചെയ്യാറുണ്ട്, എഴുതാറുണ്ട്, ഞാനും എഴുതാറുണ്ട്. ഇപ്പോൾ ഒരു ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം പാഷന്റെ ഭാഗമാണ്. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഓക്കെ മാം. അപ്പൊ മാം പറഞ്ഞ സ്വിച്ച് വേർഡ്സിനെ കുറിച്ചും നമ്പേഴ്സിനെ കുറിച്ചും ഒക്കെ ഒന്ന് പറയാമോ? നിശ്ചയമായി. നമ്പേഴ്സ് ഇപ്പൊ നമുക്ക് അസുഖമാകാം. ആദ്യം നമുക്ക് പറയാം നെഗറ്റീവ് ഊർജത്തിന്റെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചിരുന്നു. ഇപ്പം മറ്റുള്ളവരുമായിട്ടുള്ള നമ്മൾ എനർജി മേർജ് ചെയ്യുമ്പം ബോഡിയിൽ അസുഖങ്ങൾ വരിക, എവിളൈ ദൃഷ്ടി വരിക, ബാക്ക് ബൈറ്റിങ്, മറ്റുള്ളവർക്ക് ഊർജം തെറ്റായ ഊർജം നമ്മളിലേക്ക് വരുന്നത്. അന്നേരം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് കയ്യിൽ അതിന് നമ്മൾ ഹീലിംഗ് നമ്പേഴ്സ് എന്ന് പറയണേ. പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഓരോന്നിൻ്റെയും പറഞ്ഞുതരാം. 01 എന്ന നമ്പർ. അപ്പം നമ്മൾ 01 കൈ, നമ്മുടെ ബോഡിയിൽ 70% വെള്ളമാണ്, ഇല്ലേ?
വാട്ടർ ആണ് 70%. എന്നിട്ട് നമ്മുടെ കൈയുടെ ലെഫ്റ്റ് ഹാൻഡിൽ എവിടെയെങ്കിലും ആ നമ്പർ നമ്മൾ എഴുതിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എന്നിട്ട് എഴുതിയിടുകയും ചെയ്യണം. ഓരോന്നിനും ഓരോ കളറുണ്ട്. 01 ബ്ലൂ പെൻ കൊണ്ടാണ് ഞാൻ എഴുതിയിരിക്കണം. അന്നേരം എൻ്റെ ബോഡിക്ക് ഒരു പ്രൊട്ടക്ഷനാണ്. അതിനുശേഷം അസുഖമാകാം, ഈ എവിളയാകാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയും ഞാൻ ഈ നമ്പർ മാക്സിമം ചാൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ അറിയാതെ ഒരു ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നം, അസുഖമാണ്, പനിയാണ്, ചുമയാണ്, ചിലർക്ക് അസുഖം വന്നിട്ട് മാറുന്നില്ല, മാറാതെ കുറേ ദിവസം നിൽക്കുന്നു, ചുമ, പനി, അങ്ങനെ കൊറോണ കാലത്ത് നമ്പർ 58 നമുക്ക് അതും ബ്ലൂ പേന കൊണ്ട് നമ്മുടെ കൈയുടെ ഇടത് കയ്യിൽ എവിടെയെങ്കിലും നമുക്ക്, ഞാനിപ്പോൾ സിമ്പിളായിട്ടല്ലേ എഴുതിയത്, ഇടത് കയ്യിൽ എവിടെ ഈ ഷോൾഡർ തൊട്ട് ഹിഡൻ ആയിട്ട് വെക്കണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ എവിടെ വേണേൽ എഴുതാം. ആരും കാണാതെ എഴുതണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും എഴുതാം. ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സിക്കായിട്ടുള്ള പേഷ്യൻസിനും നമുക്ക് വേണമെങ്കിൽ അവർക്ക് നമുക്ക് എഴുതി കൊടുക്കാം ഇത് അവരുടെ കയ്യിൽ. പിന്നെ പ്രോക്സി ചാൻഡിങ്സ്, ഇപ്പൊ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ജപിക്കുകയും ചെയ്യാം. കൈൻഡ് അവരുടെ വേണ്ടിയിട്ട് അവരറിയാതെ തന്നെയോ, ഇപ്പൊ മക്കൾക്ക് വേണ്ടിയിട്ട് അമ്മയ്ക്ക് ചെയ്യാം, ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി ചെയ്യാം. അവരുടെ പേര് പറയുക, ഇന്നയാൾക്ക് വേണ്ടി ഞാൻ ഇന്നയാളുടെ റിലേഷൻ പറഞ്ഞിട്ട് ഞാൻ ചൊല്ലുകയെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ നമ്പർ 58 റെപ്പറ്റീഷനിൽ ചൊല്ലാം. എന്ത് കാര്യവും നമ്മൾ റെപ്പറ്റീഷനിൽ ചെയ്യുമ്പോൾ അതിന്റെ എനർജി ഫീൽഡ് ഹൈ ആണ്, ഹൈ വൈബ്രേഷനാണ്. എന്നാൽ അതിന് പെട്ടെന്ന് റിസൾട്ട് വരികയും ചെയ്യും. ഇതൊക്കെ സ്വിച്ച് ഹീലിംഗ് നമ്പേഴ്സ് ആണ്, നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇന്റർവ്യൂവിന് പോവുക, ഒരാളെ കാണാൻ പോവുക, അതുപോലെ തന്നെ ഡീല്, വീട് വാങ്ങിക്കുക, ജോലി കിട്ടുക, കോമ്പറ്റേറ്റീവ് എക്സാം ക്ലിയർ ചെയ്യുക, പല കാര്യങ്ങൾക്കും അതിന് പല പല നമ്പേഴ്സ് ഉണ്ട്. ഓരോ വ്യക്തി ഓരോ ഊർജ്ജാന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ. ഓരോ വ്യക്തിക്കും അവരുടേതായ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞുതരാം. ഇതിപ്പോ ആരോഗ്യത്തിന്റെയും ഇതിന്റെയും പറഞ്ഞു. ഇപ്പൊ നമുക്ക് എവിടെയെങ്കിലും പോകണം, വലിയ നീണ്ട നമ്പർ, സൗന്ദര്യം കൂട്ടണം, അട്രാക്റ്റീവായി ഫേസ് ആകണം, ആളുകൾ നമ്മളിലേക്ക് അട്രാക്റ്റ് ആയി വേണം, പോസിറ്റീവ് വേ. ഒരു സൈൻ ആക്ട്രസ് ആണ്, അല്ലെങ്കിൽ ഒരു പബ്ലിക് ഫിഗർ ആണ്, അന്നേരം നമ്മളിലേക്ക് ആളുകൾ പോസിറ്റീവായിട്ട് അട്രാക്റ്റ് ആകുന്നത് പോസിറ്റീവ് വൈബ്രേഷൻ. അതിനുവേണ്ടിയും ഒക്കെ നമുക്ക് നമ്പേഴ്സ് കയ്യിൽ എഴുതി വെക്കാം. ബോട്ടിലില് നമുക്കിപ്പോൾ കുടിക്കുന്ന വെള്ളം, അതിനകത്തൊരു പേപ്പർ ഒട്ടിച്ചിട്ട് ഈ നമ്പർ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം നമ്മൾ എന്ത് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാലും ചാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഊർജ്ജം അതിനകത്തേക്ക് പോകും. നമ്മുടെ ഓറ അല്ലെ ഊർജ്ജം ബൂസ്റ്റപ്പ് ആയിട്ടിരിക്കുന്നതിനും മറ്റുള്ളവരിൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെലുത്തുന്നതിനും ഒക്കെയും ടീച്ചർക്ക് ഒരു കാര്യം ചെയ്യാം. കയ്യിൽ നിന്നെല്ലാം എഴുതി വെക്കാം, കയ്യിൽ കാണും. അല്ലെങ്കിൽ ഈ വാട്ടർ ബോട്ടിലെ വെള്ളം, നമ്മുടെ ബോഡി മുഴുവൻ വെള്ളമാണ്, വെള്ളം എല്ലാം ആഗിരണം ചെയ്യും. അന്നേരം ഒരു വെള്ള പേപ്പറിനകത്ത് എഴുതിയിട്ട് ഈ എനർജി നമ്പേഴ്സ് എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ എനർജൈസ്ഡ് വാട്ടർ ആയിരിക്കും ടീച്ചർ ത്രൂ ഔട്ട് ദ ഡേ കുടിക്കുന്നത്. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമല്ല, നമുക്കൊക്കെയും ചെയ്യാം. കുടിക്കുന്ന വെള്ളത്തിന്, കുട്ടികൾക്ക്, മൊബൈൽ അഡിക്ഷനുള്ള കുട്ടികൾക്ക് 210 നല്ലതാ. അവർക്കൊരു വെള്ള പേപ്പറിൽ അവർ കുടിക്കുന്ന വെള്ളത്തിനകത്ത് ആ എനർജൈസ്ഡ് വെള്ളമായിരിക്കും കുട്ടികൾ കുടിക്കുന്നത്. കാരണം അത് അബ്സോർബ് ചെയ്യും. ഓവർനൈറ്റ് ഇതിനെ വെച്ചിട്ട് പിറ്റേ ദിവസം കൊണ്ടുപോകാം. നമുക്കൊക്കെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഞാനൊക്കെ വാട്ടർ ബോട്ടിൽ അങ്ങനെ ഓഫീസിൽ വെക്കാറുണ്ട്. ഇപ്പൊ ഞാൻ 01 വന്നു, 58 പറഞ്ഞു, 210 മൊബൈൽ അഡിക്ഷൻ പറഞ്ഞു. ഇത് നമ്മൾ മുദ്രാസനകത്ത് കൂടി ചെയ്ത് കഴിഞ്ഞാൽ വളരെ എഫക്റ്റാ. ഇപ്പം നമുക്കിപ്പം 58 ഹെൽത്തിന് വേണ്ടി ചെയ്യുക. ഇത് ചിൻമുദ്രയാണ്. തമ്പും ഇൻഡെക്സ് ഫിംഗറും കൂടെ വെച്ചിട്ട് ഇത് വെച്ചിട്ട് ഹാർട്ട് സെന്ററിൽ വെച്ചിട്ട് ശ്വാസം എടുക്കുക, വിടുക. അന്നേരം നമ്മൾ 58 അന്നേരം നമ്മൾ മൈൻഡിനെ ബ്ലോക്ക് ചെയ്യുമല്ലോ ചെയ്യുന്നത്. കോൺസെൻട്രേഷനും ഹൈ ആയിരിക്കും. നടുവ് നേരെ ഇരുന്നിട്ട് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് മുദ്രയിലൂടെ ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് ഒന്നുകൂടെ കൂടുകയാണ് ചെയ്യുന്നത്. മുദ്ര തെറാപ്പി അറിയാവുന്നതുകൊണ്ട് ഞാൻ മുദ്രയും പറഞ്ഞു കൊടുക്കാറുണ്ട്. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്വിച്ച് വേർഡ്സും ഉണ്ട്. ഇത് സ്വിച്ച് ഹീലിംഗ് നമ്പേഴ്സ് ആണ്, സ്വിച്ച് വേർഡ്സ്. ഇപ്പോൾ ഒരാളുടെ BP ഹൈയാ, ഷൂട്ടപ്പാണ്, ആ പുള്ളിയോട് സ്നേഹവും ഇല്ല. ഞാൻ ഹോസ്പിറ്റലിലൊക്കെ കിടക്കുന്ന പേഷ്യൻസിന് ചെയ്തു കൊടുക്കാറുള്ള BP കുറയുന്നില്ല. BP കുറഞ്ഞാലേ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യുള്ളൂ. അവരൊത്തിരി ചിന്തിച്ചിട്ടായിരിക്കും അവരുടെ BP കൂടിയിരിക്കുന്നത്. ടുഗദർ ഡിവൈൻ ബി നമുക്ക് ആ വ്യക്തിക്ക് വേണ്ടിയും ചാൻറ്റ് ചെയ്യാം, പ്രോക്സി ചാൻറ്റിങ്ങും ചെയ്യാം. അതുപോലെ തന്നെ ആ വ്യക്തിക്ക് അതിന്റെ വോയിസ് ഇട്ട് കേൾപ്പിച്ചാലും മതി. ഞാൻ ചെയ്യാറുണ്ട്. നമ്മുടെ ഇപ്പം ബന്ധുക്കൾ, ക്ലോസ് ആയിട്ടുള്ള ബന്ധുക്കളാണ്, ഫ്രണ്ട്സിന്റെ ആളുകളൊക്കെ ആണെങ്കിൽ അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ടൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. അത് ഭയങ്കര ഇമ്പാക്റ്റാ. ടുഗദർ ഡിവൈൻ നമ്മൾ തന്നെ ഇപ്പൊ കണ്ണടച്ചിട്ടിരുന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചാൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വ്യത്യാസം അറിയാം. ടുഗദർ പ്രസന്റ് മൊമെന്റിലേക്ക് നമ്മളെ കൊണ്ടിരുന്നു. ടുഗദർ ഡിവൈൻ ബി ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇതെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്വിച്ച് വരുത്തുക ചെയ്യുന്നത്, ഷിഫ്റ്റ് വരുത്തുക ചെയ്യുന്നത്. കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചെയ്യുന്ന സ്വിച്ച് വേർഡ്സിലൂടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഷിഫ്റ്റ് വരുത്തുന്നു. അന്നേരം നമ്മുടെ പ്രസന്റ് മൊമെന്റിലും വരുന്നു. നമുക്ക് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് വരുത്താം.
പിന്നെ സന്തോഷമില്ലെന്ന് പറയുന്നവർ ഒത്തിരി പേരെ കണ്ടിട്ടില്ലേ? ഓ, എപ്പോഴും എനിക്ക് ദുഃഖ എന്നാന്നറിയുന്ന പറഞ്ഞുകൊണ്ടിരിക്കും. LHB മുദ്രയിൽ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാ. അവർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള മുദ്രയിൽ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പിന്നെ കോൺഫിഡൻസ് ഇല്ലാത്തവരെ ഇന്റർവ്യൂവിന് പോകാനായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്കൊക്കെയും കോൺഫിഡൻസ് കൊടുക്കാനായിട്ടും നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ പറ്റും. നല്ല സബ്ജക്റ്റ് ആണോ, ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ആർക്കെങ്കിലും നമുക്ക് ഷിഫ്റ്റ് വരുത്തണമെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനു മുമ്പ് ഒരു ക്ലെൻസിങ് പ്രോസസ്സ് ഞാൻ അങ്ങനെ ചെയ്യാറ്. പിന്നെ ഓരോരുത്തരെ ഇവിടുന്ന് പഠിച്ചു എന്നുള്ള രീതിയിലിരിക്കും. നമ്മളെ വ്യക്തിയിൽ ഒരു ക്ലെൻസിങ് വരുത്തുക. നമ്മൾ മുഖത്ത് വെളിയിൽ നിന്ന് വരുമ്പോൾ ഫേഷ്യലൊക്കെ ചെയ്യാൻ വരുമ്പോൾ അവർ ക്ലെൻസിങ് മിൽക്ക് ഉപയോഗിച്ച് ഫേസ് ക്ലെൻസ് ചെയ്യല്ലേ, സെയിം വിത്ത് അവർ ബോഡി. നമ്മൾ നമ്മുടെ ബോഡിയിലും ഒരു കൊച്ചു ക്ലെൻസിങ് പ്രോസസ്സ് അത് ബ്രീതിങ്ങിലൂടെ ചെയ്യുക. ഞാൻ ടീച്ചറിനോട് പറഞ്ഞില്ലേ, എന്നിട്ട് നമ്മൾ ക്ലെൻസ് ചെയ്യുക. ഇൻഹേൽ ത്രൂ യുവർ നോസ്, അതുപോലെ മൗത്തിലൂടെ എക്സെയിൽ ചെയ്യുക. അതിന് കഴിച്ച ശേഷം ചെയ്യുമ്പോൾ നമ്മൾ അന്നേരം ലോക്ക് ചെയ്തു, കൈയും ലോക്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഭയങ്കര പല കാര്യത്തിനും ചെയ്യാൻ പറ്റും. ജോലി കിട്ടുന്നതിന് അട്രാക്റ്റീവ് ആയിരിക്കുന്ന ഒരു പ്രസന്റേഷൻ ഞാനൊക്കെ ചെയ്യാറുണ്ട്. ഒരു പ്രസന്റേഷൻ ആയോ, ഇപ്പം ടീച്ചറൊക്കെ ഓരോരുത്തൊക്കെ പോയി സ്പീച്ചൊക്കെ നടത്തത്തില്ലേ, നമുക്ക് ഓരോന്ന് ചെയ്തിട്ട് നമുക്ക് ചാൻറ്റ് ചെയ്തുകൊണ്ട് പോകാം. അന്നേരം നമ്മുടെ വൈബ്രേഷൻ വേറെ ആയിരിക്കും. പോസിറ്റീവ് അല്ല, ഒരു ഓരോ പവർഫുള്ളായി മറ്റുള്ളവരിൽ നമുക്ക് സ്വാധീനം ചെലുത്താൻ പറ്റും. പിന്നെ ടീച്ചർ ഇത്തിരി മുമ്പ് സെഷന് മുമ്പ് എന്നോട് ചോദിച്ചു, ആരോ അഡിക്ഷൻ ഉണ്ട്, അങ്ങനെയുള്ളവരിൽ മാറ്റം വരുത്തും. ആ വ്യക്തികൾക്ക് നമുക്ക് അവരറിയാതെ നമുക്ക് അവരിൽ മാറ്റം. ചേഞ്ച് സുപ്രീം ഡിവൈൻ ഓർഡർ ബി പ്രോക്സി ചാൻഡിങ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ്. ഒത്തിരി പേരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. മാം, ഈ വാസ്തുവിനെ കുറിച്ച് നമ്മളിങ്ങനെ കേൾക്കാണ്. അതായത് നമ്മളിങ്ങനെ പോയി സ്ഥാനം കാണുക, ഇങ്ങനെയുള്ള രീതിയിൽ വാസ്തുവിന്റെ. അപ്പം ചിലർ വീട് ഓൾറെഡി വെച്ചത് വാങ്ങും, അല്ലെങ്കിൽ എന്താ പറയാ, അതിനൊരു മോളിലേക്ക് എടുക്കുക, അങ്ങനെ ട്രാൻസ്ഫോർമേഷൻസ് നടത്തും. അപ്പൊ ഇതിനൊക്കെ എങ്ങനെയാണ് വാസ്തുവിന്റെ, അതിനെ കുറിച്ചൊന്ന് പറയാവോ? പിന്നില്ലേ, നല്ല ചോദ്യം. നമ്മുടെ നാട്ടില് നമ്മൾ കല്ലിട്ടു, സ്ഥാനം കണ്ടു, അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ വീട് വെക്കുന്നു. അതിന് ഒരു പ്ലാൻ ഉണ്ടാക്കി നമ്മൾ കണ്ടു. പക്ഷെ നമ്മൾ അതിനുശേഷവും ചിലർ വിൽക്കും, ചിലർക്ക് കംപ്ലീറ്റ് ആവില്ല. അതുപോലെ തന്നെ അകത്ത് എന്ത് കളർ അടിക്കണോ, അകത്ത് എന്താ ചെയ്യുന്നത്, അകത്തെ ഇന്റീരിയറിനെ കുറിച്ച് നമുക്ക് അത്ര ബോധം പലർക്കും കാണില്ല. പല കാര്യങ്ങളും നമ്മൾ അവഗണിക്കാറുണ്ട്. സാരമില്ല, ഇതിലൂടെ എന്താണ്, അതിനുമൊക്കെയും പ്രാധാന്യമുണ്ട്. ഇപ്പൊ സ്ഥാനം നോക്കി കല്ലിട്ടു, വീട് വെച്ചു, അതുപോലെ രീതിയിൽ പൈസ മുടക്കി ചെയ്യാൻ പറ്റുന്നവർ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിലടിക്കുന്ന പെയിന്റ്, അകത്ത് വയ്ക്കുന്ന ബെഡ് പൊസിഷനിങ്, അകത്ത് അഗ്നിയും ജലവും നമുക്ക് ഒരുമിച്ചിരിക്കാൻ പാടില്ല. അതുപോലെ അന്നേരം സ്പർദ്ധ, റിലേഷൻഷിപ്പിൽ പ്രോബ്ലം വരും. തവയിൽ വെള്ളം വീണ പോലെ ഉള്ള ഫീലിങ്സ് ആയിരിക്കും അന്നേരം റിലേഷൻഷിപ്പിൽ വരുന്നത്. അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമുക്ക് പല കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. നമ്മളൊക്കെ വാസ്തു ചെയ്യുമ്പോൾ മൈന്യൂട്ടായ കാര്യങ്ങൾ പലതും ചെയ്തു കൊടുക്കാൻ പറ്റും. ഇപ്പൊ ടീച്ചർ ചോദിച്ച പോലെ വച്ച വീടാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ അതിനകത്ത് നമുക്ക് പൊളിക്കാതെ, എന്റെ സബ്ജക്റ്റ് ആയിരുന്നു വാസ്തു കറക്ഷൻസ് വിത്തൗട്ട് ഡിമോളിഷൻ, പൊട്ടിക്കാതെ തന്നെ നമുക്ക് പലതും ചെയ്തു കൊടുക്കാൻ പറ്റും. അതായത് ആ പ്രിമൈസ് ഏതായാലും വീടായാലും വേറൊരു വ്യക്തിയുടെ ഊർജം അവരവരുടേതായ രീതിയിൽ ഉണ്ടാക്കിയ വീട് നമ്മൾ വാങ്ങിച്ചു, അതിനെ നമുക്ക് നമ്മുടേതാക്കി മാറ്റണം. കളറിലൂടെ നമുക്ക് മാറ്റാം. ഞാൻ എപ്പോഴും പറയുന്ന റെമഡികൾ അധികം പൈസ ചെലവാക്കിക്കാതെ പൊട്ടിച്ച് മാറ്റുന്നതിനോട് വളരെ ഇത്രയും നാളത്തെ പ്രാക്ടീസിന് 1-2 വീട് മാറാൻ ആളുകളോട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഉള്ള നമ്മുടെ പരിമിതികൾക്കുള്ളിൽ അധികം പൈസ ചെലവാക്കാതെ കളർ ഉപയോഗിച്ച്, അതുപോലെ എനർജിയാണ് നമ്മൾ ഇതിനകത്ത് ബാലൻസ് ചെയ്യുന്നത്. കളർ ഉപയോഗിക്കാം, പിരമിഡ്സ് ഉപയോഗിക്കാം, ക്രിസ്റ്റൽസ് ഉപയോഗിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് എനർജി ബാലൻസ് ചെയ്യാൻ പറ്റും. പൊസിഷനിങ്, ബെഡ് പൊസിഷനിങ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു വീട്ടിലിരുന്ന് വർത്തമാനം, ചിലര് പിരിവുകാർ വന്നു, ആളുകൾ വന്നു, അവർ പറയുന്ന എല്ലാം ഇവർ കേൾക്കുന്നു. അതുപോലെ അതിന് ശേഷം അവരുടെ വീട്ടിൽ ബഹളങ്ങൾ, പലരും അങ്ങനത്തെ കംപ്ലൈൻസ് ഒക്കെ വരാറുണ്ട്. അന്നേരം സിറ്റിംഗ് അറേഞ്ച്മെന്റ് നമുക്ക് ചെയ്യാം. കിടക്കുന്നതിന്റെ പൊസിഷനിങ്, എടുക്കുന്ന റൂം. ഇപ്പൊ അഗ്നികോണാണ്, സൗത്ത് ഈസ്റ്റേൺ ബെഡ്റൂമാണ് ഭാര്യയും ഭർത്താവ് ഉപയോഗിക്കുന്നത്, നീല കളറുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. BP-യുടെ പ്രോബ്ലം, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ എന്നും വഴക്കായിരിക്കും. പരസ്പര ആകർഷണം കാണില്ല. കാരണം ആ കളറിന്റെ ഒന്നാമത് അഗ്നികോണ്, ഫയർ എലമെന്റ്, അതിന്റെ കൂടെ വെള്ളം, വാട്ടർ, അത് രണ്ടും കൂടെ വരുമ്പോൾ ആ രീതിയിലുള്ള റിലേഷൻഷിപ്പിൽ ഒത്തിരി പ്രോബ്ലം. അന്നേരം നമുക്ക് അവിടെ കളർ ചേഞ്ച് ചെയ്തും ചില കർട്ടൻസ് ഉപയോഗിച്ചും ബെഡ്ഷീറ്റ് ഉപയോഗിച്ചും ഒക്കെയും നമുക്ക് സിമ്പിൾ ആയിട്ട് അവിടുത്തെ എനർജി ബാലൻസ് ചെയ്യാൻ പറ്റും. എന്നിരുന്നാലും ഗ്രഹനാഥനൊക്കെയും സൗത്ത് വെസ്റ്റിലെ ബെഡ്റൂം ആയിരിക്കും സ്റ്റെബിലിറ്റിക്ക് നല്ലത്. വാസ്തുവിൽ തന്നെ നമ്മൾക്ക് നമ്മുടേതായ ഒരു വാസ്തുവുണ്ട്. അതുപോലെ തന്നെ പഞ്ചമഹാഭൂതങ്ങളാൽ നിർമ്മിതമാണ് നമ്മുടെ ശരീരം. അതുപോലെയാണ് ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു ഭവനവും അതുമാണ്.
അന്നേരം പഞ്ചഭൂതങ്ങളാൽ 5 എലിമെന്റ്സിനാൽ നിർമ്മിതമായ നമ്മുടെ ബോഡിയും ആ വീടും തമ്മിൽ താതാത്മ്യം പ്രാപിക്കുമ്പോഴാണ് ശരിക്കുമുള്ള വാസ്തു വരുന്നത്. ഇപ്പം ആളുകൾ സംസാരിക്കുമ്പോൾ ക്ലയൻസ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പൈസ വരുന്നു, നിൽക്കുന്നേ ഇല്ല. ലൈഫിൽ റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി കാണില്ല, വാക്കുകൾക്ക് ഉറപ്പില്ലായ്മയായിരിക്കാം, അതുപോലെ തന്നെ ധനപരമായിട്ട് ഹെൽത്ത് പരമായിട്ട് സ്റ്റെബിലിറ്റി ഇല്ലായ്മ, ഉറപ്പില്ലായ്മ. അന്നേരം നിശ്ചയമായിട്ട് നമ്മൾ ആ വ്യക്തിയുടെ നോക്കി കഴിഞ്ഞാൽ കന്യാമൂലയിൽ സൗത്ത് വെസ്റ്റില് കുഴപ്പം കാണും. ആ വ്യക്തിക്ക് അന്നേരം പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന്, പരസ്പരം ഐക്യം കാണില്ല വീട്ടിലുള്ള ആളുകൾ തമ്മിൽ. അതുപോലെ തന്നെ ഗന്ധം, 5 എലമെന്റ്സ് അവിടെ നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോൾ സ്മെല്ല് പോലെയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ആ വ്യക്തിക്ക് ആ വീട്ടിലെ സ്മെല്ല് നമുക്ക് സെൻസ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പിന്നെ മൊബൈൽ അഡിക്ഷൻ, അതുപോലെ തന്നെ കുട്ടികൾ തെറ്റായ സൈറ്റുകൾ നോക്കുക, വീട്ടിലുള്ളവരെല്ലാവരും മൊബൈൽ അഡിക്റ്റഡ് ആയിട്ടിരിക്കുക, സ്കിന്നിന് പ്രോബ്ലം വരിക, ഡിപ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, വൈറ്റ് പാച്ചസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും കൂടുതൽ വരിക, സ്കിന്നിന് പ്രോബ്ലം ആകാം. അങ്ങനെയുള്ളതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ വീടിന്റെ ആ വ്യക്തിയുടെ നമുക്ക് വ്യക്തിയുടെ എയർ എലിമെന്റ് അതുപോലെ തന്നെ വീടിന്റെ വായു കോണും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം കാണാം. എന്തെങ്കിലും കറക്ഷൻസ് ആ ഡയറക്ഷനിൽ വേണ്ടി വരുന്നവരായിരിക്കും. ചില വീട്ടിൽ എല്ലാവരും കണ്ണാടി വെക്കുന്നവരായിരിക്കാം, കണ്ണിന് എല്ലാവർക്കും പ്രോബ്ലം കാണാം. എന്നൊരു ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് കണ്ണിന് മാത്രം പ്രോബ്ലങ്ങൾ വരുന്നത്. പിന്നെ ചിലർ പറഞ്ഞാൽ കേൾക്കുകയില്ല, നമ്മൾ പറയും വാശി പിടിച്ചിരിക്കും, എയർ എലമെന്റ് മിസ്സിങ് ആയിരിക്കും. സ്റ്റബൺ നേച്ചറിലാണെങ്കിൽ അന്നേരം അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മുടെ വീടിന്റെ നോർത്ത് ഈസ്റ്റ് ഈശാന്യ മൂലയിൽ ആ ഏരിയയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ, നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ കൂട്ടിവെച്ചതോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെയും നോക്കിയാൽ നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ വാസ്തുവിനകത്ത് ഒത്തിരി പൈസ മുടക്കാതെ തന്നെയും നമുക്ക് സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ചെയ്യാം. വേണ്ടാത്ത സാധനങ്ങൾ, അതായത് വയറ് നിറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് പിന്നെ വിശന്നാ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഇല്ല, ആഗ്രഹം തോന്നിയാലും പിന്നെ വിശന്നല്ല, ആഗ്രഹം തോന്നിയാലും കഴിക്കാൻ പറ്റില്ല. സെയിം നമ്മുടെ വീട്ടിൽ നമ്മൾ പിന്നെയാട്ടെ അല്ലെങ്കിൽ നമ്മൾ ആർക്കും കൊടുക്കാതെ കൂട്ടി വെക്കുന്ന ഒരു ടെൻഡൻസി കാണും. ലെസ് ലഗേജ് മോർ കംഫർട്ട്. വേണ്ടാത്ത സാധനങ്ങളൊക്കെയും അപ്പം നമ്മൾ മാറ്റുക, ആർക്കെങ്കിലും ഉപകരിക്കുന്നവർക്ക് കൊടുക്കുക. വേണ്ടാത്ത പേപ്പർ ആകാം, പല കാര്യങ്ങളായിരിക്കാം. വേണ്ടാത്ത സാധനങ്ങൾ നമ്മൾ ഒരു 6 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യുക. ഇത് എനിക്ക് ആവശ്യമാണോ, ഇതെനിക്ക് ഉപകരിക്കുന്നതാണോ, വേണ്ടാത്താണെങ്കിൽ മാറ്റുക. പിന്നെ സ്പേസ് ക്ലിയർ, എന്തെങ്കിലും പുകയ്ക്കുക, അതായത് ദശാംഗം പോലെയോ, ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഹോമോതെറാപ്പിയുടെ പൊടിയുണ്ട്, അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ജെംസും മാറും, വീട്ടിലെ അന്തരീക്ഷം മാറുന്നതിനും നല്ലതാണ്. അന്നേരം അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് സ്മഡ്ജിങ് ചെയ്യുക. വീടിന്റെ ഗംഗാജലം പോലെയുള്ളത് തളിച്ചാലും നല്ല. പണ്ട് നമ്മൾ തളിച്ചു കൊടിയല്ലേ, അന്നേരം വീട്ടിലെ കലഹം, നമ്മളിപ്പോൾ വഴക്കുണ്ടാകുക, ബഹളം ഉണ്ടാകുക, ദേഷ്യം വരിക, അതിൻ്റെതായ ഊർജം കട്ടനിലാകും, അങ്ങനെ അന്തരീക്ഷത്തിൽ ചുറ്റുപാടില് കെട്ടിക്കിടക്കും. പിന്നെ അതല്ലേ കൂടി വരുന്നത്. അതുകൊണ്ടാണ് ഈ സ്മഡ്ജിങ്, സ്പേസ് ക്ലിയറൻസിനാണ് നമ്മൾ സ്മഡ്ജിങ്, ഗംഗാജലം പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. വാസ്തു ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണ്. നമ്മൾ ഒരാളുടെ ചാർട്ട് നോക്കുമ്പോൾ, ഗ്രഹനില നോക്കുമ്പോഴും അവർക്ക് എന്തെങ്കിലും കുഴപ്പം, ഹെൽത്ത് ഇഷ്യൂസ് ആകാൻ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ വീടിനും കുഴപ്പം കാണും. അതൊരു ഡീപ്പ് സ്റ്റഡിയാണ്. ബോഡിയിലും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് കാണും. ചിലപ്പോൾ കണ്ണ് കാണാൻ പാടില്ല, അല്ല എപ്പോഴും കോൾഡ്, സ്മെല്ലറിയാൻ മേലാതെ വരിക. അതുപോലെ തന്നെ അടുത്തിരുന്ന് വർത്തമാനം പറഞ്ഞാലും ചിലർ കേൾക്കില്ല. നമ്മൾ കേട്ടോ അവരടുത്ത് തന്നെ ഫിസിക്കൽ ബോഡി പ്രസന്റ് ആയിരിക്കും, പക്ഷെ വ്യക്തി വേറെ സ്ഥലത്തായിരിക്കും. നമ്മൾ പറഞ്ഞ അവര് കേട്ടോ, എന്നാ പറഞ്ഞേ, അങ്ങനെ ചോദിക്കുന്നവരില്ലേ, അന്നേരമൊക്കെയും ആ വ്യക്തികളിൽ ചില എലമെന്റ്സ് മിസ്സിങ് ആയിരിക്കും. ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റാണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റം വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ പല കാര്യങ്ങളും നമുക്ക് ബാലൻസ് ചെയ്ത് പോകാം, ഒന്നും തട്ടിപ്പൊട്ടിക്കാതെ തന്നെ. നോർത്ത് ഈസ്റ്റിൽ ടോയ്ലറ്റ് ആണെങ്കിൽ അത് മാറ്റേണ്ടത് ആവശ്യമാണ്. അല്ല അന്നേരം ഫാറ്റൽ ഡിസീസസ്, ചില സ്ഥലത്ത് ടോയ്ലറ്റ് വരിക, ചില സ്ഥലത്ത് കോവണികൾ വരിക, അതൊക്കെ അവിടുത്തെ ഊർജം ബ്ലോക്ക് ചെയ്യുന്നു. ചില സ്ഥലത്ത് വീട് പണിയും, അവർ ഗ്രഹനാഥനില്ലാതെ വീട് പണിയും, ആ സ്ഥലത്ത് കുഴിയാകാം, അങ്ങനെയുള്ള കാര്യങ്ങളാകാം. അതൊക്കെയും നമ്മൾ വാസ്തുവിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അത് നമുക്ക് അതിനെ കവർ ചെയ്ത് അതിനെ റെമഡി ചെയ്യുക, അല്ലെങ്കിൽ ചില കളറുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ചെയ്ത് ഒരു പരിധി വരെ നമുക്ക് ആ ഊർജം നമ്മളിലേക്ക് ബാധിക്കാത്ത വിധത്തിൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. മാം, സാധാരണ ഇപ്പം ഓൺലൈനിലൊക്കെ നമുക്ക് ഇൻസ്റ്റഗ്രാം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും കാണാറുണ്ട് കയ്യിലിടുന്ന വള, ആളുകളെ അട്രാക്ട് ചെയ്യാനുള്ള സ്റ്റോൺ വെച്ചിട്ടുള്ള ബ്രേസ്ലെറ്റ്സ്, അങ്ങനെ പലതും കാണാറുണ്ട്. അത് ചിലപ്പോൾ അത് ഓരോരുത്തരുടെ എനർജിക്ക് അനുസരിച്ച് ആയിരിക്കില്ല. നമ്മളിപ്പോൾ ഓൺലൈനിലൊക്കെ വാങ്ങിക്കുമ്പം
ഇത് ജനറൽ ആയിട്ടൊരു സംഭവം തരുന്നു എന്നുള്ളതേ ഉള്ളൂ. മാം നേരത്തെ പറഞ്ഞു ഹീലിങ്ങിനായിട്ടും പല ആവശ്യങ്ങൾക്കായിട്ടുള്ള ഇങ്ങനെ ബ്രേസ്ലെറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. മാം ഇത് ചെയ്തു കൊടുക്കുന്നുണ്ടോ? ഇത് ചെയ്യുമോ? എങ്ങനെയാണ് അതിന്റെ? നിശ്ചയമായിട്ട് അതൊക്കെ ക്രിസ്റ്റൽ തെറാപ്പിയിൽ വരുന്നത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സബ്ജക്റ്റാണ്. ഞാൻ തന്നെ ഇട്ടിരിക്കുന്ന കണ്ടില്ല എന്റെ കയ്യിൽ കിടക്കുന്നത്. നമ്മൾ ഇന്റർനെറ്റിലായാലും അതൊക്കെ ജനറൽ ആയിട്ട് പലർക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കിയതുപോലെ ഇപ്പൊ റെഡിമെയ്ഡ് ക്ലോത്ത്സ് മേടിക്കുമ്പോൾ പല സൈസിലല്ല, എന്നിട്ട് നമുക്ക് ഓൾട്ടർ ചെയ്യണ്ടേ, എന്നിട്ട് ജനറൽ ആയിട്ട് എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയതായിരിക്കും. നമ്മൾ ചെയ്തു കൊടുക്കുന്നത് പേഴ്സണലൈസ്ഡ് ആയിട്ട് ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അവന്റെ എന്താണ് ആവശ്യമെന്ന് ജനറൽ ആയിട്ടല്ല, പേഴ്സണലൈസ്ഡ് ആയിട്ട് അവന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടാണ്. ഇപ്പൊ ഡിപ്രഷന് ചെയ്തു കൊടുക്കാറുണ്ട്, ധനവരവിന് ചെയ്തു കൊടുക്കാറുണ്ട്, ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട്, അട്രാക്ഷന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഹെസിറ്റേഷൻ മാറുന്നതിന്, മൊബൈൽ അഡിക്ഷന്, പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പേഴ്സണലൈസ്ഡ് ആയിട്ട് വ്യക്തിയായിട്ട് സംസാരിച്ചിട്ടും അല്ല ചാർട്ട് നോക്കിയിട്ടും കുറവുകളും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ ജെംസ് ഒക്കെ മേടിച്ചിടുവാണെങ്കിൽ ജെംസ് ഒക്കെ ഒത്തിരി എക്സ്പെൻസീവാണ്. അന്നേരം ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് നമ്മൾ ശരിക്കും ധരിച്ചു കഴിഞ്ഞാൽ ഒരു 10-11 ദിവസം, ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. പിന്നെ നമ്മൾ വെളിയിൽ നിന്നും അല്ലാതെയൊക്കെ സാധനങ്ങൾ വാങ്ങിക്കും, അതെങ്ങനെ എനർജൈസ് ചെയ്യുന്നു എന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. ഒരു കല്ല്, ഇതെല്ലാം റോക്കല്ലേ, നമ്മൾ അവിടുന്ന് ആ കല്ല് പിന്നെ വെളിയിൽ പോയി, അതിനുശേഷം അതിനെ ഒരാൾ പണിതു, അതിനെ ഷേപ്പ് ചെയ്തു, അങ്ങനെ പല പല ഊർജ്ജങ്ങൾ, ഇതൊക്കെ പെട്ടെന്ന് ഊർജ്ജങ്ങൾ ആഗിരണം ചെയ്യുന്ന, അന്നേരം ആ പണിതുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ആ വ്യക്തിയുടെ ഇമോഷൻസ് അതും ഇതിനകത്ത് ആഗിരണം ചെയ്യും. ആ സമയത്ത് ആരോടെങ്കിലും വഴക്കുണ്ടായി, അന്നേരം അത് പണിതുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് ആ ഊർജ്ജമല്ലേ പോകുന്നത്. അന്നേരം നമ്മൾ അതിനെ എനർജൈസ് ചെയ്ത് കൊടുക്കുക. അതിന് മറ്റുള്ളവരുടേതായിട്ടുള്ള എനർജി, ഊർജ്ജം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കട്ട് ഓഫ് ചെയ്തിട്ട് നമ്മൾ ആ വ്യക്തിയുടെ തന്നെ, ഇപ്പൊ നമുക്ക് വ്യക്തി അറിയാമെങ്കിൽ അവരുടെ ഐഡന്റിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എനർജൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ വ്യക്തിക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ ഈ ടെസ്ല പ്ലേറ്റ് വെച്ചിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. ഇത് USA വരുത്തിയ ഡോക്ടർ നിക്കോളാസ് ടെസ്ല പ്ലേറ്റ് എന്ന് പറഞ്ഞ നെറ്റിനകത്ത് നമുക്ക് സെർച്ച് ചെയ്താൽ കാണാം. എന്റെ സാർ USA പഠിച്ച സാറിൽ നിന്നാണ് ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷന്റെയും ഈ സബ്ജക്റ്റുകൾ മുഴുവൻ പഠിച്ചത്. അവിടുന്ന് വരുത്തിയ അന്നേരം ഇതിനകത്ത് നമ്മളിപ്പോ ഒരു വെള്ളം, നിങ്ങളുടെ വാട്ടർ ബോട്ടിലെ വെള്ളം, സാധാരണ ഗ്ലാസ്സിലുള്ള വെള്ളം നമ്മൾ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ആ വെള്ളം കുടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ എനർജി ബൂസ്റ്റപ്പ് ആയിട്ട് അറിയാം. അതുപോലെ തന്നെ എൻ്റെ ക്ലയൻസിന്റെ എല്ലാവരുടെയും എന്ത് കൊടുത്താലും, ക്രിസ്റ്റൽ ആയാലും മാലയായാലും ബ്രേസ്ലെറ്റ് ആയാലും ചിപ്പായാലും വാസ്തുവിന്റെ പ്രൊഡക്ട്സ് അവർ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിലും ഒക്കെയും ഇതിനകത്ത് വെച്ചിട്ടാണ് ചാർജ് ചെയ്ത് കൊടുക്കുന്നത്. അന്നേരം അതിന്റെ എനർജി ഭയങ്കര ഹൈ ആയിരിക്കും. ഹൈ എന്നാണ് ഇടുമ്പോൾ തന്നെ വ്യക്തിക്ക് കോൺഫിഡൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയും പെട്ടെന്ന് അവർക്ക് തന്നെ അവരിൽ വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട്സ് വരാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇടുന്ന ധാരണ, മുദ്ര, മന്ത്രാസ്, ലോ ഓഫ് അട്രാക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കമ്പൈൻ ചെയ്തിട്ടാണ് ഞാൻ ഇത് കൊടുക്കുന്നത്. അന്നേരം നമ്മൾക്ക് അതിന്റെ റിസൾട്ട് മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റും. എങ്ങനെ എനർജൈസ് ചെയ്യുന്നു എന്ന് ഒരു പ്രാവശ്യം നമ്മൾ എനർജൈസ് ചെയ്ത് കൊടുക്കുന്നു ടെസ്ല പ്ലേറ്റിലൂടെ. അതിനുശേഷം നമ്മൾ നമ്മളെ ക്ലയന്റിനെ സെൽഫായിട്ട് എങ്ങനെ ചെയ്യാം, ഹീലിംഗ് സ്റ്റോൺസ് ആകാം, മെഡിറ്റേഷൻ ഉപയോഗിക്കുന്ന സ്റ്റോൺസ് ആകാം, ബ്രേസ്ലെറ്റ്, മാലകള് ഒക്കെയും നമ്മൾ എങ്ങനെയാണ് ബൂസ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനകത്തെ നെഗറ്റിവിറ്റി മാറി അതിനെ എനർജൈസ് ചെയ്യുന്നതെന്നുള്ള സിമ്പിൾ ടെക്നിക്ക് നമ്മൾ ക്ലയൻസിന് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ മൂൺ ലൈറ്റ്, ചന്ദ്രന്റെ ലൈറ്റിനകത്ത് വെച്ച് അതിനെ ചാർജ് ചെയ്യാം. അങ്ങനെ വൺസ് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഇതിലൂടെ ചെയ്ത സാധനങ്ങളും നിങ്ങൾക്ക് തനിയായിട്ടും ചെയ്തതിന്റെ പവർ മൾട്ടിപ്പിൾ ചെയ്യാനുള്ളത് സാധാരണയായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഇത് പൈറൈറ്റ്, ഫൂൾസ് ഗോൾഡ് എന്ന് പറയും. സ്റ്റെബിലിറ്റി, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കും ധനം ആകർഷിക്കുന്നതിനൊക്കെയും വളരെ നല്ലതാണ്. ഇതിന്റെ ബ്രേസ്ലെറ്റ് ഫോമും ഉണ്ട്, ലോക്കറ്റും ഉണ്ട്. നമുക്കിതിട്ട് മാലയിൽ വേണമെങ്കിൽ മാലയിലും ചെയ്തെടുക്കാം, പക്ഷെ ഇത് എക്സ്പെൻസീവ് ആണ്. ലോക്കറ്റും ബ്രേസ്ലെറ്റും വളരെ നല്ല റിസൾട്ട് തരുന്ന സ്റ്റോണുകളാണ്. എന്ത് തരത്തിലുള്ള സ്റ്റെബിലിറ്റിക്കും, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കും റിലേഷൻഷിപ്പിലും ഒക്കെയും ഇത് ഗുണം ചെയ്യും. ഇത് ഗ്രൗണ്ടിങ്ങിന് നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ നെഗറ്റിവിറ്റി, ഓര, അതായത് റൂട്ട് ചക്ര, സാക്രൽ ചക്ര, സോളാർ പ്ലക്സസ് ഒക്കെ ബാലൻസ് ചെയ്യുന്നതിനും നെഗറ്റിവിറ്റി അബ്സോർബ് ചെയ്യുന്നതിനും, ഞാൻ ഇച്ഛാശക്തി, ജ്ഞാനശക്തി എന്ന് പറഞ്ഞില്ലേ, ക്രിയാശക്തി, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയും ഇത് വളരെ ഗുണം ചെയ്യും. നെഗറ്റിവിറ്റി അബ്സോർബ് ചെയ്യാനും നമുക്ക് നല്ല ഊർജം തരാനും മാലയായിട്ട് നമ്മൾ കഴുത്തലിട്ടാൽ മതി. വളരെ നല്ലതാണിത്. നമ്മൾ സിനിമാ നടന്മാർ, ഹിന്ദി സിനിമാ നടന്മാരെയൊക്കെ നോക്കിയാൽ മതി. ഷാരൂഖ് ഖാന്റെ കൈ കാണാം, വിദ്യാ ബാലന്റെ കൈ കാണാം. അങ്ങനെയുള്ളവരൊക്കെയും ഇങ്ങനത്തെ ഉള്ള ക്രിസ്റ്റൽസിന്റെ സ്റ്റോൺ ഇടുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് സിട്രീൻ ആണ്. നമ്മൾ പുഷ്യരാഗമൊക്കെ ധരിക്കില്ലേ, ഇത് ആ യെല്ലോ ഇതിൽ വരുന്നതാണ്. ഇതാണ് ഹീലിംഗ് സ്റ്റോണാണ്. ഇത് ധനം ആകർഷിക്കുന്നതിന് ഇതിന്റെ മാല ഇട്ടാൽ നല്ല, ബ്രേസ്ലെറ്റ് നല്ല, റിങ് ഇട്ട് കഴിഞ്ഞാലും വളരെയധികം നല്ല, നമുക്കധികം വിലയോ ആകുന്നില്ല. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള
നമ്മൾക്ക് വ്യാഴഗ്രഹത്തിനും ഒക്കെയും വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സ്റ്റോൺ ആണ് ഇത്. ഹീലിംഗ് സ്റ്റോൺ ആണ് സിട്രിൻ. വളരെ ഒത്തിരി നല്ല ധനാകർഷത്തിന് ഒത്തിരി ഗുണം ചെയ്യും. ഇത് ഗോമതി ചക്ര. ഇത് 108 എണ്ണമുണ്ട്. ഗോമതി നദിയിൽ നിന്ന് വരുന്നതാണ് ഇത്. അതിന്റെ ട്രീ പോലെ. അന്നേരം ഇത് നമ്മൾ എനർജൈസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വെൽത്ത് സെക്ടറിലൊക്കെയും വെച്ച് കഴിഞ്ഞാൽ, ഓഫീസില് വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മഞ്ഞളും കൂടെ തൂത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലത്. നമ്മൾക്ക് ആളുകൾക്ക് ധനം ആകർഷിക്കുന്നതിനും സ്റ്റെബിലിറ്റി വരുന്നതിനും എസ്പെഷ്യലി ഫിനാൻസ് റിലേറ്റഡ് കാര്യങ്ങൾക്കൊക്കെ ഇതും വളരെ ഗുണം ചെയ്യുന്ന സാധനമാണിത്. ഇത് പിരമിഡിന്റെ ചിപ്പാണ്. ഇത് നമുക്ക് പെട്ടെന്ന് ഒരാൾക്ക് സ്ട്രെസ്സാണ്, അതുപോലെ ടെൻഷൻ ഒത്തിരി ഉണ്ട്, കോൺസെൻട്രേഷൻ വരുന്നില്ല, ഭയം വരുന്നു, അന്നേരം ഇതൊക്കെയും നമുക്കിത് പേഴ്സിൽ സൂക്ഷിച്ചാൽ ധനം വരുന്നതിന് ഗുണം ചെയ്യും. അല്ലെങ്കിൽ ഇടത് കയ്യിൽ വെച്ചിട്ട് വലത് കൈ കൊണ്ട് ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഹൃദയഭാഗത്തിലേക്ക് വെച്ചിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. സ്വിച്ച് വേർഡ് ആകാം, ഹീലിംഗ് നമ്പേഴ്സ് ഒക്കെയും ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മൈൻഡിൽ ഷിഫ്റ്റ് വരികയും മൈൻഡ് കാം ആകുന്നതിനും ഒക്കെയും നമുക്ക് ഗുണം ചെയ്യും. പഠിക്കുന്ന കുട്ടികൾക്ക്, ടീച്ചേഴ്സിന്, അതുപോലെ തന്നെ ഒത്തിരി സ്ട്രെസ് എടുക്കുന്നവർക്ക് ഒക്കെയും ഒത്തിരി ഗുണം ചെയ്യുന്നതാണ്. ഈവൻ ഡൽഹിയിലെ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ്റെ സമയത്ത് ഒത്തിരി പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇലക്ഷൻ്റെ സമയത്തൊക്കെ കഴിഞ്ഞ പ്രാവശ്യം. അന്നേരം ആളുകളെ പോകുമ്പോൾ കൺവേർഷന് നല്ലതാണ്. ഇതില്ലേ ആളുകളോട് നമ്മൾ സംസാരിക്കും, അവർ നമ്മുടെ ഫേവറിലാണെങ്കിൽ അത് വോട്ടിലേക്ക് കൺവേർട്ട് ആകുന്നതിനൊക്കെയും നല്ല ഡയറക്ഷനിൽ വെച്ചിട്ട് നമ്മളിത് ചാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഗുണം ചെയ്യുന്നത്. ഇത് പിരമിഡാണ്. നമ്മൾക്കിപ്പം എനർജി ബാലൻസ് ചെയ്യുമെന്ന് പറയില്ലേ, നമ്മൾക്ക് ഏത് സെക്ടറിലാണ്, അതായത് റിലേഷൻഷിപ്പിലെയാണ്, അല്ലെങ്കിൽ ഹെൽത്തിൻ്റെ സെക്ടറിലാണ്, ബ്രഹ്മസ്ഥാനത്തിലാണ് നമ്മൾക്ക് എനർജി പരമായിട്ടുള്ള കുഴപ്പങ്ങളുണ്ട്, പ്രോബ്ലം ഉണ്ട്, അല്ലാതെയും നമുക്ക് പഠിപ്പിക്കുന്ന സ്ഥലത്തും ഒക്കെയും വെച്ച് കഴിഞ്ഞാൽ അത് വയ്ക്കുന്ന സ്ഥലത്ത് എനർജി ഭയങ്കര ഹൈ ആയിരിക്കും. അന്നേരം ബാലൻസ് ചെയ്തിട്ട് ഇപ്പം ഇന്ന് എൻ്റെ കയ്യിൽ സ്കാനറിലല്ലേ, ഞാൻ സ്കാൻ ചെയ്തിട്ട് എൻ്റെ എനർജി ഇത് വയ്ക്കുന്നതിന് മുമ്പും വയ്ക്കുന്നതിന് ശേഷം ഓരോ സ്ഥലത്തെയുള്ള എനർജി കാണിച്ചു തരാമായിരുന്നു. ഇത് നമുക്ക് ആ സ്ഥലത്തെ എനർജി ബൂസ്റ്റ് ചെയ്യുകയും പോസിറ്റീവ് എനർജി തരികയും അതിൻ്റെ ചുറ്റുമുള്ള റേഡിയസിലൊക്കെയും നമുക്കത് അതിൻ്റെ പവർ കിട്ടുകയും ചെയ്യും. അപ്പം മാം ഇവിടെ എന്താ പറയുക, ഹീലിങ്ങിനും വാസ്തുവിനും ഒക്കെ ഉപയോഗിക്കുന്ന പല സ്റ്റോൺസിനെ കുറിച്ചും ഒക്കെ, ബ്രേസ്ലെറ്റ്സിനെ കുറിച്ചും ഒക്കെ പറയുണ്ടായി. അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു മാം.